നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ശേഷം കന്യാകുമാരി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമെല്ലാം പുറത്തു വന്നിരുന്നു. ഏതായാലും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയാകും മോദി കന്യാകുമാരിയിലേക്ക് പോവുക. കന്യാകുമാരിയിലേക്കുള്ള യാത്രയും ഡൽഹിയിലേക്കുള്ള മടക്കവും തിരുവനന്തപുരം വഴിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് സുരക്ഷ കർശനമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. SPG നിരീക്ഷണത്തിലാണ് ഈ മേഖല മുഴുവൻ. സാധാരണ നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ആ മേഖല മുഴുവൻ SPGയുടെ നിരീക്ഷണത്തിലാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. മെയ് 30-ന്, അതായത് നാളെ, കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ 48 മണിക്കൂറോളം ധ്യാനത്തിലിരിക്കും. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനത്തിലിരിക്കുക. ധ്യാന മണ്ഡപത്തിലെ ധ്യാനത്തിന് ശേഷം ജൂൺ 1-ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്. തെക്കേ ഇന്ത്യ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മോദി ഇത്തവണ ധ്യാനത്തിന് കന്യാകുമാരി തെരഞ്ഞെടുത്തത്. കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നിടത്താണ് 500 മീറ്ററോളം കടലിലേക്ക് മാറിയാണ് വിവേകാനന്ദ പാറ. ഇതിനടുത്തായി തിരുവള്ളൂർ പ്രതിമയുമുണ്ട്. 2019-ലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപും മോദി സമാന രീതിയിൽ ധ്യാനത്തിന് പോയിരുന്നു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം ധ്യാനത്തിലെത്തിയത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് ധ്യാനിക്കുന്നത് സ്വാമിജിയുടെ വികസന ഭാരതത്തെക്കുറിച്ചുള്ള ദർശനം ജീവസുറ്റതാക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും BJP നേതാവ് പറഞ്ഞു. ഹിമാലയത്തിൽ 11,700 അടി മുകളിലുള്ള ഇന്ന് രുദ്ര ധ്യാന ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അന്ന് അദ്ദേഹം ഒരു ദിവസം ചെലവഴിച്ചത്. 2014-ൽ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജാവിന്റെ പ്രതാപ്ഗഡിലായിരുന്നു സന്ദർശനം നടത്തിയത്. പരിവ്രജകനായി ആസേതു ഹിമാചലം സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ കടൽ നീന്തിക്കടന്നാണ് പാറയിലെത്തിയത്. 1892 ഡിസംബർ 25 മുതൽ 27 വരെ അദ്ദേഹം ഇവിടെ ധ്യാനനിരതനായി. 1970-ലാണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ സ്മാരകം നിർമ്മിച്ചത്. കന്യാകുമാരിയിലെ വാവാതുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലുള്ള 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ഇവിടെ കടൽ നീന്തി കടന്ന് എത്തിയത്. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം വിവേകാനന്ദ പാറ സ്മാരക സമിതിയാണ് സ്മാരകം നിർമ്മിച്ചത്. 1970 സെപ്റ്റംബർ 2-ന് രാഷ്ട്രപതി VV ഗിരിയാണ് സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചത്. അതിനിടെ ജൂൺ 4 പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന് മോദി ആവർത്തിച്ചു. പ്രതിപക്ഷത്തിന്റെ പദ്ധതികളെക്കുറിച്ച് താൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANAക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്.